അപകടം നടന്ന പത്തനംതിട്ട കോന്നിയിലെ ക്വാറിക്ക് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം നടക്കുകയാണ്. ക്വാറി പൂട്ടണം എന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം നടക്കുന്നത്. ക്വാറി പ്രവർത്തിക്കുന്നത് വ്യാജരേഖകൾ ഉണ്ടാക്കിയാണ് എന്നും പ്രതിഷേധക്കാർ പറയുന്നു. സുജിത് സുരേന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. അപകടം നടന്ന പയ്യനാമൺ ചെങ്കളത്ത് ക്വാറി ഇൻഡസ്ട്രീസിന് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ഇപ്പോൾ നാട്ടുകാർ സംഘടിച്ചിരിക്കുകയാണ്. സമാനമായ രീതിയിൽ അപകടത്തിൽ മരിച്ച ആളുകളുടെ ബന്ധുക്കളടക്കമാണ് ഇപ്പോൾ പ്രതിഷേധവുമായി ഇവിടെ എത്തിയിട്ടുള്ളത്. കോന്നി പഞ്ചായത്തിൽ തന്നെ മറ്റൊരു ക്വാറിയിലുണ്ടായ അപകടത്തിൽ സഹോദരനെ നഷ്ടപ്പെട്ട സുരേഷ് ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. എങ്ങനെയാണ് സഹോദരൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത്? 2005 ഈ സമീപ മേഖലയുള്ള ഒരു പാറമടയിൽ എൻ്റെ അനിയൻ്റെ 2 അനിയന്മാരാണ്. അതിൽ എൻ്റെ നേരെ ഇളയ അനിയന് ഒരു അപകടമുണ്ടായി, ആ സ്പോട്ടിൽ മരിച്ചു പോയാണ്. എങ്ങനെയായിരുന്നു അപകടം ഉണ്ടായത്? അത് ഇവർ ലോറിയിലോട്ട് കല്ല് കയറ്റിയിട്ട സമയത്ത് പാറമടയുടെ മണ്ടയിൽ നിന്ന് അറയിടിഞ്ഞ് വീഴുമെന്ന് പറയും. മണ്ടയ്ക്കൊന്ന് കല്ല് വന്ന് വീണ് തെറിച്ച് ഇവരുടെ ദേഹത്ത് വീണ് തൽക്ഷണം മരിക്കുമായിരുന്നു എൻ്റെ സഹോദരൻ. എൻ്റെ താഴെയുള്ളൊരു സഹോദരൻ ഉണ്ടായിരുന്നു. പുള്ളിയുടെ കൈ ഒടിഞ്ഞ് കമ്പിയൊക്കെ ഇട്ട് ഇരിക്കുകയാണ്. ഒരേ സഹോദരന് രണ്ട് സഹോദരന്മാർക്കും അപകടം ഉണ്ടായി. പക്ഷേ അപകടം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് 5 പൈസയുടെ സാമ്പത്തികമായിട്ടുള്ള ഒരു സഹായമോ ഒന്നും ക്വാറി ഉടമയിൽ നിന്നും ലഭിച്ചിട്ടില്ല. 5 പൈസ പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല. ക്വാറി ഉടമയും സഹായിച്ചിട്ടില്ല. ക്വാറി ഉടമയും സഹായിച്ചില്ല. ഹോസ്പിറ്റലിൽ വന്ന് കണ്ടിട്ട് അവർ 2 ദിവസം ആ ദുഃഖാചരണത്തിന് വന്ന് വീട്ടിലും വന്നു. ഹോസ്പിറ്റലിൽ വന്നിട്ട് ആശുപത്രി ചെലവുകളൊക്കെ ആരാണ്? ആശുപത്രി ചെലവുകളൊക്കെ ഞങ്ങളുടെ നാട്ടുകാർ പിരിച്ച തുക തരുമായിരുന്നു ആശുപത്രി ചെലവിനൊക്കെ. ഇത്തരത്തിൽ സമാനമായ ഒരു അപകടമുണ്ടായപ്പോൾ സഹോദരനെ നഷ്ടപ്പെടുകയും ഒരു സഹോദരന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. എന്നിട്ട് അവിടെ ക്വാറി ഉടമയോ സർക്കാരിൻ്റെയോ സഹായങ്ങളൊന്നും തന്നെ അവർക്ക് എത്തിയില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ ക്വാറിക്ക് പാരിസ്ഥിതിക അനുമതി ലഭിച്ചിരിക്കുന്നതിൽ വ്യാജ തിരുമറി നടത്തിക്കൊണ്ടാണ് ഇവർ ഇത്തരത്തിലൊരു രേഖ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് ഇവർ പറയുന്നത്. എന്തായാലും ആ ഒരു സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായിട്ടാണ് ഇവർ രംഗത്തുള്ളത്. അവർ ചില രേഖകളൊക്കെ ഹാജരാക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഇത്തരത്തിലൊരു വ്യാജരേഖ? ഞങ്ങളുടെ ഭാഗത്തോട്ട് കാണാം എന്താ സംഭവിക്കുന്നതെന്ന് ഞങ്ങളുടെ ഭാഗത്തോട്ട് കാണാം. ഇവിടെ ഈ രേഖകൾ വ്യാജമാണെന്നാണ് വ്യാജമാണ്. ഇതിപ്പം ഞങ്ങളെ ഇരിക്കുന്നത് ഒറിജിനലാണ്. ഞങ്ങളത് നിങ്ങളെ കാണിച്ചില്ലേ? തിരുത്തിയത് വരെ കാണിച്ചല്ലോ. ഞങ്ങളെ ഇരിക്കുന്നത് ഞങ്ങൾ എവിടെ വേണേലും കൊണ്ട് കാണിക്കാം. ആ ഒരു പേപ്പർ ഞങ്ങൾ എവിടെ വേണേലും കാണിക്കാം. ഇത്തരത്തിൽ വ്യാജരേഖകളാണെന്നൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇവർ സമരം ചെയ്യുന്ന സാഹചര്യത്തിലും അവരെ ഈ നാട്ടുകാർക്കെതിരെ കേസെടുത്തുകൊണ്ട് പ്രതികാര നടപടിയാണ് ഉണ്ടായതെന്നാണ് ഇവർ ആരോപണം ഉന്നയിക്കുന്നത്. ഏതായാലും ശക്തമായ പ്രതിഷേധവുമായി ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നാട്ടുകാരും രംഗത്ത് വന്നിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പയ്യനാമൺ ചെങ്ങറ ക്വാറി ഇൻഡസ്ട്രീസിന് ചെങ്കളത്ത ക്വാറി ഇൻഡസ്ട്രീസിന് മുന്നിൽ നിന്നും ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24. സുജിത് സുരേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. നമുക്കറിയാം, അപകടം നടന്ന പത്തനംതിട്ടയിൽ കോന്നിയിലെ ക്വാറിക്ക് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം നടക്കുന്നത്. ക്വാറി പൂട്ടണം എന്നതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കാരണം ക്വാറി പ്രവർത്തിക്കുന്നത് വ്യാജരേഖകളുടെ ബലത്തിലാണ് എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ആരോപണം. അതിൽ നാട്ടുകാരുടെ പലരുടെയും പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. നിലവിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. ഒരാളുടെ മൃതശരീരം പുറത്തെടുത്തിരുന്നു. ഇപ്പോൾ രക്ഷാപ്രവർത്തനം തൽക്കാലം നിർത്തിവെച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകാനുണ്ട്. ഷഫീദ്, പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? നിലവിൽ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം ഇത് പുനരാരംഭിക്കും എന്നുള്ളതാണ് പത്തനംതിട്ട ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ന് രാവിലെ ആദ്യഘട്ട രക്ഷാപ്രവർത്തനത്തിനാണ് ശ്രമിച്ചത്. അതായത് NDRFിൻ്റെയും അതേപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെയും പ്രത്യേക സംഘങ്ങൾ, ആ സംഘാംഗങ്ങളിൽ 5 പേർ ഈ സംഭവം നടന്നത്, അതായത് വലിയ പാറക്കെട്ടുകൾ വന്ന് ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് വീണ ഹിറ്റാച്ചി തരിപ്പണമായ പ്രതലത്തിന് തൊട്ട് മുകളിലുള്ള സ്ഥലത്ത് അവിടെ നിന്നുകൊണ്ട് റോപ്പൊക്കെ ഇട്ട് താഴേക്കിറങ്ങി അവിടെ ഈ കല്ലുകൾ നീക്കിയ ഹിറ്റാച്ചിയുടെ ഭാഗത്ത് എവിടെയെങ്കിലും ഈ തൊഴിലാളിയെ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതായിരുന്നു പരിശോധന. എന്നാൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അത് ദുഷ്കരമാണ്, അത് കൂടുതൽ ഭയപ്പെടുത്തുന്നതാണെന്നാണ് അവിടേക്ക് ഇറങ്ങിയ ഫയർഫോഴ്സ് സംഘം വ്യക്തമാക്കിയ കാര്യം. കാരണം ഇപ്പോഴും ഇവിടെ നിന്ന് ചെറിയ കല്ലുകൾ താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിൻ്റെ ഒരു ജോഗ്രഫി ആ രീതിയിൽ, ടെറൈൻ ആ രീതിയിലായതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഈ കല്ലുകൾ വീണ്ടും അടർന്ന് താഴേക്ക് പതിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം നടക്കില്ല, അങ്ങനെ ഇറങ്ങിയുള്ള തിരച്ചിൽ നടക്കില്ല. രണ്ടാമത്തെ വഴി എന്നുള്ളതാണ് ഈ കൂടുതൽ ആധുനിക സൗകര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു തിരച്ചിൽ എന്നുള്ളത്. അതിനുവേണ്ടി കരുനാഗപ്പള്ളിയിൽ നിന്നും ലോങ് ബൂം എക്സ്കവേറ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടേക്ക് എത്തിക്കാൻ ഇപ്പോൾ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം അതിവിടെ എത്തും. മാത്രവുമല്ല, ഈ പരിസരത്ത് നിന്ന് തന്നെ, പ്രത്യേകിച്ച് പത്തനാപുരം കൂടലടക്കമുള്ള
സ്ഥലത്ത് നിന്ന് കൂടുതൽ ഹിറ്റാച്ചികൾ ഇവിടേക്ക് എത്തിക്കുന്നുണ്ട്. അങ്ങനെ 2-3 ഹിറ്റാച്ചികൾ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അപകടം നടന്ന തൊട്ട് മുകളിലത്തെ പ്രതലത്തിലേക്ക് എത്തിച്ചിട്ട് അവിടെ നിന്ന് റോപ്പ് ഉപയോഗിച്ച് ഇത് കണക്ട് ചെയ്ത് ഈ ഹിറ്റാച്ചി പൊക്കിയെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ആലോചിക്കുന്ന കാര്യം. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം ഈ ഹിറ്റാച്ചി ഇവിടേക്ക് എത്തും, ഈ ലോങ് ബൂം എക്സ്കവേറ്റർ ഇവിടേക്ക് എത്തും. അങ്ങനെയാണെങ്കിൽ രക്ഷാപ്രവർത്തനം തുടങ്ങും. അപ്പോഴും ഒരു തടസ്സമായി നിൽക്കുന്നത് കാലാവസ്ഥയാണ്. അടിക്കടി കാലാവസ്ഥ മാറുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം സാധാരണ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്തനംതിട്ട ജില്ലയിൽ മഴയുണ്ടായിരുന്നു. ഇന്നും ആ രീതിയിൽ മഴ തുടരുകയാണെങ്കിൽ സ്വാഭാവികമായും ആ രക്ഷാപ്രവർത്തനം തൊട്ടടുത്ത ദിവസത്തേക്കോ മാറ്റിവെക്കേണ്ടി വരും. ഗോപികൃഷ്ണൻ. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ശ്രമകരമാണ്, ദുഷ്കരമാണ് രക്ഷാദൗത്യം. അതുകൊണ്ട് തന്നെ വളരെ സങ്കീർണമായ രക്ഷാദൗത്യം. കൂടുതൽ ഹിറ്റാച്ചി എത്തിച്ച ശേഷം ഉച്ചയ്ക്ക് ശേഷം തുടങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഷഫീദ് പങ്കുവെക്കുന്നത്. അവിടെ കാലാവസ്ഥ അടിക്കടി മാറുന്നു എന്നത് രക്ഷാദൗത്യത്തിന് വലിയൊരു വെല്ലുവിളി ഉയർത്തുന്നുമുണ്ട്. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം ഹിറ്റാച്ചി കൊണ്ടുവന്ന് നടത്തുന്ന രക്ഷാദൗത്യം വിജയകരമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.